ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ എവിടെ എത്തി? ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? നമ്മളതും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താണിത്, പാല് കാച്ചുകയാണോ, തൈര് കാച്ചുകയാണോ, മോര് കാച്ചുകയാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? തമ്മേൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞു തരാം. അടിപൊളി ഒരു പത്തിരി പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരി കുഴക്കണ്ട, പരത്തണ്ട, നമ്മളെ കുക്കറിൽ അങ്ങോട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയാൽ നമ്മളെ പത്തിരി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രാവശ്യം നോമ്പിന് എല്ലാവരും ഇതുപോലെ അങ്ങോട്ട് ചെയ്തോളി, പെട്ടെന്ന് അങ്ങോട്ട് പണി തീരും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വെള്ളം ഒഴിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി മൊത്തം എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പം നമുക്ക് നോൽമ്പിനൊക്കെ ഇനി എളുപ്പത്തിന് പത്തിരി പരുത്തട്ടോ. പരുത്തും വേണം, കുഴക്കും വേണം, പത്തിരി ചുട കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാം, എന്നാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് 500 പൊടിയാണ്. അപ്പം 500 ഏത് പാത്രത്തിനാണോ നമ്മൾ പൊടി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിൽ നുള്ള് ഏറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോണില്ല കേട്ടോ. അപ്പം ഇതാ ഞാൻ ഇതിൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ പൊടി എടുത്തത്. അതിൻ്റെത് 500 പൊടിയാണ്, 250ൻ്റെ 2 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിന് 1.25 വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1.25 ലേശം ഇച്ചിരി അങ്ങോട്ട് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇത്തിരി ടൈം അങ്ങോട്ട് പോയിട്ടുള്ളൂ കേട്ടോ, അല്ലാത്ത വേറൊരു കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളെ പാത്രത്തിൽ പൊടി 1/4 ഭാഗം ഉള്ളതിന് കേട്ടോ. 1/4 ഭാഗം ആ പാത്രത്തിന് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ 1.25 വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ആ കട്ടൊക്കെ ഒഴിവാക്കിക്കാണ്ട് നല്ലോണം നമ്മളെ പാല് പോലെ തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് ലൂസാക്കി എടുക്കട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് എടുക്കുക. പിന്നെ നമ്മളെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ, ഒരു 2 സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി എടുത്തിട്ട് നമ്മളെ കുക്കർ അങ്ങോട്ട് എടുക്കുക. നമ്മളെ കുക്കർ ഗ്യാസ് മേലെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മളെ ഈ ഒരു മാവുണ്ടല്ലോ ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മളെ തീ ഉണ്ടല്ലോ സിമ്മാക്കിയിട്ട് വെക്കണം. ഓവർ സിമ്മും അല്ല, കൂടുതലും അല്ലാത്ത ഇടത്തരായിട്ട് സിമ്മാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. നല്ലോണം നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. പിന്നെ അതങ്ങനെ കുറുക്കി വരും കേട്ടോ. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ഇതാ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴത്തേന് ഒന്ന് ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ ഏത് പാത്രത്തിനാണോ പൊടി എടുക്കുന്നത് ആ പാത്രത്തിന് 1.5 പാത്രം വെള്ളം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ 1.5 ഗ്ലാസ് പൊടി. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ നല്ലോണം അടച്ച് വെക്കണം കേട്ടോ, ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ആ പൊടിയൊക്കെ ഒന്നും കൂടെ അങ്ങോട്ട് പൊന്തി വരും.
നല്ലോണം സോഫ്റ്റായി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കവറൊക്കെ വെട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രസ്സിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഒന്നങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി. എന്തുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്തോ എന്തൊക്കെ അമർത്തി അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പത്തിരി പൊടി കേട്ടോ, പത്തിരി. ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഓരോന്ന് ഇതുപോലെ അങ്ങോട്ട് ഉരുള അങ്ങോട്ട് ആക്കിക്കണ്ടാ എന്താ സോഫ്റ്റ് എന്നറിയോ. നമ്മൾ മറ്റേ ചിലക്ക് പത്തിരിയൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മളെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി കളിക്കുമ്പോൾ ഒരു കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവില്ല അല്ലേ ആ പത്തിരി പൊടിക്ക്. ഇതിന് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, നല്ലോണം സോഫ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ആ ഒരു കവറുണ്ടല്ലോ, ആ ഒരു കവറിൻ്റെ മുകളിൽ ഒരു നുള്ള് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഉരുള അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കവറും കൂടെ വെച്ചിട്ട് ഒന്ന് മെല്ലെ ഒരു പ്ലേറ്റ് എടുത്താലും മതി കേട്ടോ. പ്ലേറ്റ് എടുത്ത് അമർത്തിയാലും മതി. ഇനി വേണമെങ്കിൽ പ്രസ്സിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ രണ്ട് കൈയും പിടിച്ച് ഇങ്ങനെ ഊക്കിലൊന്നും നമ്മൾ ഈ പത്തിരി പരത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ പ്രസ്സിൽ വെക്കുകയാണെങ്കിലും രണ്ട് കൈ അങ്ങോട്ട് പിടിച്ച് ഒരൊറ്റ അമർത്തൽ നല്ലോണം അങ്ങോട്ട് അമർത്തണമല്ലോ. ഇതൊരു ഒറ്റ കൈ കൊണ്ട് ഒന്ന് മെല്ലെ അങ്ങോട്ട് വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റൊന്നും എടുത്തിട്ടില്ല, ഒന്നിങ്ങനെ മെല്ലെ അങ്ങോട്ട് ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ സെറ്റായിട്ട് അടിപൊളി നൈസ് പത്തിരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചുടാൻ നമുക്ക് സാധാരണ ചുടുന്ന പോലെയും ചുടാം. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇനി എല്ലാവരും നോൽബിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി അങ്ങോട്ട് നോക്കി വെക്കൊണ്ടിട്ടോ. അപ്പോൾ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആകുമ്പോൾ വെള്ളം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി ഒരു ഗ്ലാസ്സിന് ഏതൊരു പാത്രത്തിനാണെങ്കിലും അതിന് 1.5, ആ ഒരു പാത്രം നിറയെ വേണം കേട്ടോ 1.5ക്ക്. പിന്നെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഓരോന്നായിട്ട് കല്ലുമലക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ബേക്ക് കൂടെ പോയിട്ട് കല്ലുമലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ അതൊക്കെ കാണിക്കാം. അപ്പോൾ കല്ലൊക്കെ നല്ലോണം ചൂടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഓരോ പത്തിരി ഞാൻ പത്തിരിക്കല്ലുമ്മ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരിയൊന്നും ഊക്കിലൊന്നും അമർത്തേണ്ട ആവശ്യമില്ല. ഞാൻ ആ പ്രസ്സിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പത്തിരി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ പത്തിരിയൊക്കെ കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കൊച്ചു വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ. നമുക്ക് അറിയുന്ന അറിവുകൾ നിങ്ങൾക്കും നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞിട്ടുണ്ട്, കിളരി കൊയ്ക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പത്തിരി ഉണ്ട് കേട്ടോ. സാധാരണമായിട്ട് തന്നെ പത്തിരി ഉണ്ടാക്കുന്നതൊന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിനി. അത് ഞാൻ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലോ അതിൻ്റെ ശേഷം വീഡിയോയിലോ അല്ലെങ്കിൽ നോമ്പിനോ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നമ്മളെ പത്തിരി കണ്ടില്ലേ, നല്ല സോഫ്റ്റ്. പിറ്റേന്നൊക്കെ നമ്മൾ ഈ ഒരു മറ്റേ പോലെ പത്തിരി പരുത്താണെങ്കിൽ പിറ്റേന്നൊക്കെ നമുക്കൊരു ഉറപ്പായിക്കാറ് കേട്ടോ. കുറച്ചൊരു ഉറപ്പുണ്ടാവും, പിന്നെ ചൂടൊക്കെ ആക്കുമ്പോൾ സോഫ്റ്റ് ആവും. പക്ഷേ ഇത് ഉറപ്പേ ഇല്ല. പിറ്റേന്നൊക്കെ നമുക്ക് അച്ചൽക്ക് തിന്നാം, അത്രയും നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പത്തിരിയും ഇന്ന് ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോനൊക്കെ വരുന്നതാണ്. ഇന്ന് ഒരു ഞായറാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണ്. എൻ്റെ മോൻ വന്നപ്പം അന്ന് മോന് ശനിയാഴ്ച വന്നതാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച രാത്രി പത്തിരി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ പത്തിരിയൊക്കെ കല്ലുമ്മൽ ഇങ്ങനെ ചുടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ ഉരുള ഓരോ കവറിൽ ഇട്ടുകാണ്ട് അമർത്തി അങ്ങോട്ട് വെക്കാം കേട്ടോ. 3 പത്തിരിയെ നമ്മളെ വലിയ കല്ലുമ്മൽ കൊള്ളുന്നുള്ളൂ കേട്ടോ. അത്രയും ഇത് അമർന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ പ്രസ്സിൽ അങ്ങോട്ട് ആക്കിയപ്പോഴത്തേന് നല്ലോണം ആ പത്തിരി പ്രസ് ഫുള്ളായിട്ടാണ് അമർന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് വരെ ആവുന്നുണ്ട്, അത്രയും സോഫ്റ്റ്. അപ്പോൾ പുറത്തേക്ക് ആകുമ്പോഴൊക്കെ പിന്നെ ഞാൻ വീണ്ടും ഉരുളാക്കിക്കാണ്ട് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് വെക്കുന്നുള്ളൂ കേട്ടോ. അത്രയും പെട്ടെന്ന് അങ്ങോട്ട് പരന്നങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളൊരു ഉറപ്പില്ലാത്ത നല്ല സോഫ്റ്റായിട്ട് നമ്മളെ പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.